സെയിന്റ് അഗസ്റ്റിന്റെ ഒരു സെന്റൻസ് ഉണ്ട്. സോൾവിത്തുർ അംബുലാന്തോ ലത്തീനിലാണ്. എൻ്റെ അർത്ഥം എന്താണ്? ഒരു വാക്കിങ്ങിലൂടെ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി, ഞാനൊരു കാര്യം പറയട്ടെ. ഒരു നടത്തയിലൂടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രശ്നം വരുമ്പോൾ ഒന്ന് നടക്കാൻ സമയം കണ്ടെത്തുക. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊരു ചിരി വരും. ഇങ്ങനെ ജീവിതകാലം മുഴുവൻ നടന്ന് നടന്ന് പ്രശ്നം മാറ്റാൻ പറ്റുമോ? ജീവിതകാലം മുഴുവൻ നടന്ന് നടന്ന് സകല പ്രശ്നങ്ങളും മാറ്റാൻ പറ്റില്ല. പക്ഷെ അനുദിന ജീവിതത്തിൽ നടത്തം ഒരു ശീലമാക്കി മാറ്റുകയാണെങ്കിൽ പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. ഒന്ന് ട്രൈ ചെയ്യണേ എന്നുള്ള വളരെ സ്നേഹം നിറഞ്ഞ അപേക്ഷ മാത്രമാണ് പ്രിയപ്പെട്ട സുഹൃത്തെ എനിക്കുള്ളത്. അത് നിങ്ങളൊന്ന് സ്നേഹത്തോടു കൂടി കേൾക്കണമേ. ഒന്നാമതായിട്ട്, നമ്മളുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് കൃത്യസ്ഥലത്തേക്ക് കൃത്യസമയത്ത് നടക്കുന്ന ഒരു രീതി, ഒരു 30-45 മിനിറ്റ്, അതല്ലെങ്കിൽ 10-20 മിനിറ്റ് എങ്കിലും നടക്കുന്നൊരു രീതി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. റണ്ണേഴ്സ് ഹൈ എന്ന് പറയുന്ന ഒരു പ്രതീകമുണ്ട്. അതായത് നിങ്ങൾ നടക്കുകയോ ഓടുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഹൈ ഫീലിംഗ് വരും. ഈ ഹൈ ഫീലിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഡൊപ്പാമിൻ നിങ്ങളിൽ നന്നായിട്ടുണ്ടാകുമ്പോൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് മാറും. എൻഡോർഫിൻ എന്ന ഹോർമോൺ നിങ്ങളിൽ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു സന്തോഷവും സ്നേഹവും ഒക്കെ വന്നിറയും. ഓക്സിറ്റോസിൻ നിങ്ങൾ വന്നിറയുമ്പോൾ ലവ് ടോണിക് എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് എല്ലാവരോടും സ്നേഹം തോന്നും. നിങ്ങൾ നന്നായിട്ട് നടന്നു കഴിയുമ്പോൾ ഈ 3 ഹോർമോണുകളും എപ്പിനെഫ്രിൻ എന്ന് പറയുന്ന മറ്റൊരു ഹോർമോണും നിങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ വിശാലമായ ഒരു ആകാശം നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുന്നു. നിങ്ങൾക്കറിയാതെ ചിറകുമുളക്കുന്നു. നിങ്ങൾ കുറച്ചുകൂടി സ്വാതന്ത്ര്യമുള്ള വ്യക്തിയായിട്ട് മാറുന്നു. ആനന്ദത്തിന്റെ വിശാല ആകാശത്തിലേക്ക് നിങ്ങൾ പറന്നുയരാൻ തുടങ്ങുന്നു. അത്രയൊക്കെ പോരെ? അത്രയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ട് വെറുതെ ഒരു നടത്തെങ്കിലൂടെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എന്തിനാ സുഹൃത്തെ നടക്കാതിരിക്കുന്നത്? കാലുണ്ടല്ലോ, കാലിന് ശേഷിയുണ്ടല്ലോ, ഇപ്പോൾ ദൗർബല്യമൊന്നും വന്നിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ഒരല്പനേരം നടക്കാൻ സമയം കണ്ടെത്തുക. പലതരത്തിലുള്ള നടത്തങ്ങളുണ്ട്. ഒന്ന്, മെഡിറ്റേറ്റീവ് വാക്ക്. ഇത് ബുദ്ധിസത്തിൽ നിന്നും കടമെടുത്ത ഒരു പ്രയോഗമാണ്. മെഡിറ്റേറ്റീവ് വാക്ക്, അതായത് ധ്യാനാത്മകമായ നടത്തം. ബുദ്ധിസ്റ്റുകൾ പറയും വളരെ ബോധത്തോടു കൂടി നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുന്ന വിധത്തിൽ പുറത്തേക്ക് നടക്കുക. അതായത് നിങ്ങൾ പുറത്തേക്കാണ് നടക്കുന്നത്, പക്ഷെ നിങ്ങൾ നിങ്ങളിലേക്ക് വരികയാണ്. അതായത് ഇറ്റ്സ് എ ജോയ്ഫുൾ ഹോം കമ്മിങ്. സുഖതമായ സന്തോഷം നിറഞ്ഞ ഒരു പീഡനയിൽ പോലെയാണ് ആ നടത്തം. നിങ്ങൾ ആദ്യം 4 ചൂട് വെക്കുമ്പോൾ അകത്തേക്ക് ശ്വാസം എടുക്കുക, അടുത്ത 3 ചൂട് വെക്കുമ്പോൾ പുറത്തേക്ക് ശ്വാസം വിടുക. അങ്ങനെ ശരിക്കും ബോധത്തോടു കൂടി നിങ്ങളിൽ തന്നെ അലിഞ്ഞ് നടന്നു നോക്കുക. ഇത് എന്നെ കേൾക്കുന്ന ആളുകൾ ചിലരെങ്കിലും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയും. ഒട്ടും ബുദ്ധിമുട്ടൊന്നുമല്ല. നിങ്ങൾ അങ്ങനെ നടന്നു നോക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ. മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നിങ്ങളുടെ മൈൻഡും ബോഡിയും തമ്മിൽ ഒരു കണക്റ്റഡ്നെസ് വരും. ഇനി ഇങ്ങനെ ബോധത്തോട് നടക്കുമ്പോൾ ചെറിയൊരു പുഞ്ചിരി കൂടി മുഖത്തുണ്ടാകുകയാണെങ്കിൽ വളരെ നല്ലത്. കാരണം നിങ്ങൾക്ക് അറിയാതെ സന്തോഷത്തിന്റെ നീർച്ചാലുകൾ അകത്ത് തുറക്കപ്പെടുന്നൊരു അനുഭവം ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ ബ്രീതിങ് ക്രമപ്പെടുത്തുന്നതിലൂടെ നിങ്ങളുടെ ലങ്സ്, നിങ്ങളുടെ ഹാർട്ട്, നിങ്ങളുടെ മറ്റ് ഇന്റർ ഓർഗൻസ് എല്ലാം നന്നായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഉറക്കം കിട്ടാനും ഡൈജഷൻ ഉണ്ടാകാനും ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ചുകൂടി ശക്തമാകാനും തുടങ്ങുന്നു. മൊത്തത്തിൽ ഒരാൾ ഓവറോൾ ഗുഡ്, ബെറ്റർ, ഗ്രേറ്റ് ഫീലിങ്ങിലേക്ക് നടന്ന് കയറുകയാണ്. രണ്ടാമത്തെ തരം ധ്യാനം നേച്ചർ വാക്ക്. അതായത് നിങ്ങൾ പ്രകൃതിയിലേക്ക് ഇങ്ങനെ നടക്കുക. പ്രകൃതിയിലേക്ക് നടക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രകൃതിയുമായൊരു ടച്ച് നിങ്ങൾ കിട്ടുകയാണ്. ചില ആളുകൾ ചെരുപ്പ് പോലും ധരിക്കാൻ നടക്കുന്നവരുണ്ട്. കാരണം ഭൂമിയുമായിട്ട് സ്പർശം കിട്ടുകയാണ്.
അത് അത്ര പ്രാക്ടിക്കൽ അല്ല. ഞാൻ ഞാൻ നിങ്ങൾക്ക് അതൊരു പ്രാക്ടിക്കൽ സജഷൻ ആയിട്ട് പറയുന്നില്ല. നിങ്ങളുടെ വളപ്പിൽ തന്നെ നല്ല പച്ചപ്പുള്ള പുൽത്തകടികളുണ്ടെങ്കിൽ ചെരുപ്പില്ലാതെ നിങ്ങൾ നടക്കണം അവിടെ. നല്ല വൃത്തിയുള്ള പൂഴിമണലുണ്ടെങ്കിൽ അത് നടക്കണം. കാരണം ഭൂമിയുടെ താളത്തിനോടൊപ്പം നിങ്ങളുടെ ശരീരം വന്ന് ചേരുമ്പോൾ ഭൂമിയുടെ താളം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ദ റിതം ഓഫ് എർത്ത്, ദ റിതം ഓഫ് ദ സ്കൈ, ദ റിതം ഓഫ് ദ വിൻഡ്, ദ റിതം ഓഫ് ദ വേൾഡ് ഔട്ട്സൈഡ്. അത് നിങ്ങൾക്കൊരു സമാധാനം തരും. വളരെ കാമായിട്ടുള്ള വഴികളിലൂടെ നടക്കാൻ ശ്രമിച്ചു നോക്കുക. കാമായ സമയത്ത് അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് പറ്റും? ഒന്ന്, ഭയങ്കര വറിയായിട്ടുള്ള മൈൻഡ് കുറച്ചും കൂടി ഫ്രീ ആവും. നിങ്ങളുടെ അറ്റൻഷൻ ഈ കാംനെസ്സിലേക്ക് മാറും. കലാമിറ്റിയിൽ നിന്നും കാംനെസ്സിലേക്ക് വഴിമാറി നടക്കുകയാണ്. പിന്നെ കുറച്ചും കൂടി മനസ്സ് ശാന്തമാവും. ശാന്തതയ നിങ്ങളുടെ ഒരു ഒരു മേലങ്കി പോലെയായി മാറും. ഇതിൽ തന്നെ സ്റ്റിൽ വാട്ടേഴ്സ് വാക്ക് എന്ന പേരിൽ ആളുകൾ വിളിക്കുന്ന ഒരു വാക്ക് നടത്തമുണ്ട്. സ്റ്റിൽ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? നിശ്ചല തടാകം. 21 സങ്കീർത്തനത്തിൽ പറയുന്നില്ല, അവിടെ നിന്ന് എന്നെ നിശ്ചല തടാകത്തിലേക്ക് അനയിക്കുന്നു, എൻ്റെ ആത്മാവിനോടൊന്ന് തണുപ്പിക്കുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അക്ഷരാർത്ഥത്തിൽ ആത്മാവ് തണുപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥ വരികയാണ്. നിശ്ചല തടാകം എന്ന് പറയുമ്പോൾ ഈ സാധാരണ ചെറിയ പുഴയുടെയോ അരുവികളുടെയോ ഓരത്തിലൂടെ നിങ്ങൾ നടക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ അകത്ത് കെട്ടിക്കിടക്കുന്ന നിഷേധാത്മകത പതുക്കെ ഇല്ലാതാവും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളിത് കെട്ടിക്കിടക്കുന്നതൊക്കെ പുറത്തോട്ട് പോട്ടെ എന്നൊന്നും പറയുന്നില്ല. മറിച്ച് ഒഴുകുന്ന പുഴയുടെ അടുക്കിലൂടെ നിങ്ങൾ നടന്നു പോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് പുഴയൊഴുക്കിന്റെ അനുഭവം അകത്തുണ്ടാകാം. കെട്ടിക്കിടക്കുന്നത് കെട്ടവെള്ളമാണ്. കെട്ടവെള്ളം എന്ന് പറയുന്നത് ചില സമയത്ത് നിങ്ങളെ കെടുത്തുന്ന വെള്ളമാണ്, നിങ്ങൾക്ക് മരണകാരിയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒഴുകുന്ന പുഴയുടെ തീരത്തൂടെയൊക്കെ നടക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റിയും ഒഴുകി പോകുന്നു. അതിന് പകരമായിട്ട് പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ഒഴുകി വരുന്നു. നിങ്ങൾ ഒരു പുഴയൊഴുക്ക് പോലെയായി മാറുന്നു. അടുത്ത ഒരു വാക്ക് വൈഡ് ഹൊറൈസൺ വാക്ക്. എൻ്റെ അർത്ഥം എന്താണ്? വിശാലമായ കടലിന്റെ ഓരത്തിലൂടെയൊക്കെയുള്ള നടത്തം, അല്ലെങ്കിൽ അതിവിശാലമായ ആകാശത്തിന്റെ കീഴിലൂടെ നടത്തം. ഈ അതിവിശാലം എന്ന പദം ഞാൻ ഉപയോഗിക്കുന്നുണ്ടാണെന്ന് അറിയും. ചില സമയത്ത് നമ്മൾ അങ്ങേറ്റം കുടുങ്ങിപ്പോകും. നമ്മുടെ സുഖദുഃഖങ്ങളുടെ അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ ഒരു ചെറിയ ലോകത്ത് കുടുങ്ങിപ്പോകും. ആ സമയത്ത് നിങ്ങളുടെ ചെറിയ കുടുസുമുറിയിൽ നിങ്ങളുടെ വലിയ പ്രശ്നത്തെ കെട്ടിപ്പിടിച്ച് നിങ്ങളിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കുടുസുമുറിയേക്കാളും നിങ്ങളെക്കാളും വലുത് നിങ്ങളുടെ പ്രശ്നമാണ്. പതുക്കെ പതുക്കെ ആ പ്രശ്നം നിങ്ങളെയും കുടുസുമുറിയെയും ഭേദിച്ച് വളരാൻ. അപ്പൊ നിങ്ങൾക്ക് ശ്വാസം മുട്ടും. ആ ശ്വാസം മുട്ടിന് നിമിത്തം ചില മനുഷ്യരൊക്കെ ചത്ത് കളയാന്ന് വരെ ചിന്തിച്ചു കളയുന്നത്. അപ്പൊ അങ്ങനെ വല്ലാതെ മനസ്സും മുട്ടി അകി നിൽക്കുന്നൊരു നേരത്ത് പുറത്തേക്ക് നടന്നു നോക്കുക. കടലിന്റെ വിശാലതയിൽ അല്ലെങ്കിൽ ആകാശത്തിന്റെ വിശാലത, അങ്ങനെ വിശാലമായ ഒരു പ്ലേ ഗ്രൗണ്ട് ഇവിടെയൊക്കെ നിങ്ങൾ ചെന്ന് നടക്കുമ്പോൾ അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് വിശാലമായ ഒരു ലോകത്തിൽ നിങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും ചെറുതാണെന്നൊരു ചിന്ത വരും. അത് അറിയാതെ സംഭവിക്കുന്ന ഒരു മാറ്റമാണ്. അതിന് നിങ്ങൾ ഹോംവർക്ക് ഒന്നും ചെയ്യണ്ട. അറിയാതെ അങ്ങനെ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഫ്രീ ആവും, ഹാപ്പി ആവും, ഹെൽത്തി ആവും. അപ്പൊ അതിനോട് ഒന്ന് ശ്രമിച്ചു നോക്കുക. അടുത്ത ഒരു വാക്ക് ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക്. ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ ഓരോ ചുവട് വെക്കുമ്പോഴും നന്ദി പറയേണ്ട ആരെങ്കിലും ഓർക്കുക. അത് നിങ്ങൾ ദ്രോഹിച്ചവർക്ക് വേണ്ടി കൂടി നന്ദി പറയുക. നിങ്ങളുടെ സ്നേഹിതർക്ക് വേണ്ടി, ചിറക് തന്ന മാലാഖമാർക്ക് വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഏത് അനുഭവത്തിനും വേണ്ടി നന്ദി പറയുക. അങ്ങനെ ഒരുപാട് പേര് മനസ്സിൽ ഓർത്ത് നന്ദി പറഞ്ഞ് നന്ദിയുടെ ഈരടികൾ മനസ്സിലൊന്ന് മൂളി അങ്ങനെ നടക്കുമ്പോൾ ഈ ഓരോ ചുവടും സമാധാനത്തിന്റെ ചുവട് പോലെയും ഓരോ ചുവടുവെപ്പിലും നിങ്ങൾക്ക് കുറച്ചുകൂടി ബലം വരുന്ന പോലെ തോന്നും. നിങ്ങളുടെ അസുഖങ്ങൾ പലതും അപ്രത്യക്ഷമാകും. സ്ഥിരമായിട്ട് നിങ്ങൾ നടക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ട ചങ്ങാതി, എന്തൊക്കെ ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടാവും? ഒന്ന്, വളരെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉറക്കം കുറച്ചുകൂടി നന്നായി മാറും. രണ്ടാമതായിട്ട്, നിങ്ങൾ അല്പം സൂര്യപ്രകാശമേറ്റ് നടക്കുകയാണെങ്കിൽ വൈറ്റമിൻ ഓഫ് സൺഷൈൻ, വൈറ്റമിൻ ഡി
നിങ്ങളെ കുറച്ചുകൂടി പ്രസന്നവദനരാക്കി മാറ്റും. നിങ്ങളുടെ സ്കിന്ന് കുറച്ചുകൂടി സുന്ദരമായി മാറും. നിങ്ങളുടെ മുഖത്ത് ഒരു ഗ്ലോ വരും. മൊത്തത്തിൽ വൈറ്റമിൻ ഡിയുടെ സഹായത്തോടു കൂടി നിങ്ങൾ ജീവിതത്തെ തിരികെ എടുക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടാവും. ഇനി നടക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞല്ലോ എൻഡോർഫിനും ഓക്സിറ്റോസിനും ഡോപ്പാമിനും ഒക്കെ ഉണ്ടാവുന്നുണ്ടെന്ന്. അത് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ വറി കുറഞ്ഞ് ഈ അനാവശ്യമായിട്ടുള്ള ഹറി ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റി കുറച്ചും കൂടി ശാന്തതയിലേക്ക് നടക്കാൻ തുടങ്ങുന്നു. അതൊരു വലിയ മാറ്റമാണ്, ചെറിയ മാറ്റമല്ല. ഇനി കൃത്യമായിട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് ഡൈജസ്റ്റീവ് പ്രോസസ്സ് കുറച്ചുകൂടി നന്നായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പം നിങ്ങൾക്ക് വിശപ്പുണ്ടാവുന്നു, കൃത്യമായ ദാഹം ഉണ്ടാവുന്നു, കൃത്യമായിട്ട് ശരീരം നിയന്ത്രിക്കപ്പെടുന്നു, നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ചുകൂടി ശക്തമാകുന്നു, നിങ്ങളുടെ BP, ഡയബറ്റിക്സ് മുതലായവ നിയന്ത്രണ വിധേയമായി മാറുന്നു. ഇനി കുറച്ചുകൂടി സോഷ്യൽ കണക്റ്റഡ്നെസ് വരുന്നു. അടഞ്ഞ മുറിക്കുള്ളിൽ തളച്ചിട്ട ദുഃഖം പോലെ നിങ്ങൾ കഴിഞ്ഞുകൂടിയല്ല, പുറത്തേക്ക് ഇറങ്ങിയാണ്. അറിയാതെ നിങ്ങൾക്ക് കുറേ സൗഹൃദ വലയം ഉണ്ടാവുന്നു. മാത്രമല്ല, ഒരു മനുഷ്യനെ കണ്ടില്ലെങ്കിൽ പോലും നിങ്ങൾ പുറത്തേക്ക് നടക്കുമ്പോൾ നിങ്ങളുടെ ഇടുങ്ങിയതിൽ നിന്നും വിശാലതയിലേക്ക് നടക്കുമ്പോൾ തന്നെ മാറ്റം സംഭവിക്കും. പിന്നെ ആത്മവിശ്വാസം കൂടുന്നു, നിങ്ങളെക്കുറിച്ചുള്ള വർത്ത് കൂടുന്നു. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ വിൽ പവർ ശക്തിപ്പെടുത്തി നടക്കുമ്പോൾ ആ വിൽ പവറിലൂടെ നിങ്ങൾക്കൊരു സെൽഫ് വർത്ത് കൂടും. സെൽഫ് വർത്ത് കൂടുമ്പോൾ സെൽഫ് കോൺഫിഡൻസ് കൂടും. സെൽഫ് കോൺഫിഡൻസ് കൂടുമ്പോൾ നിങ്ങൾക്ക് ഹാപ്പിനെസ് കൂടും. ഇതൊക്കെ സാധാരണഗതിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. ഇനി നമ്മളുടെ ഹിപ്പോകാമ്പസിൽ സംഭവിക്കുന്ന ഒരു മാറ്റമുണ്ട്, അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അവിടെ ഒരു ബ്രെയിൻ പ്രോട്ടീൻ BDNF എന്ന പേരിലുള്ള ഒരു ബ്രെയിൻ പ്രോട്ടീൻ ഉണ്ടാവുന്നുണ്ട് നന്നായിട്ട് നടന്നു കഴിയുമ്പോൾ. ഈ ബ്രെയിൻ പ്രോട്ടീൻ ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ മെമ്മറിയെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. BDNF എന്ന ബ്രെയിൻ പ്രോട്ടീൻ കുറയുമ്പോഴാണ് മെമ്മറിക്ക് പ്രശ്നം വരുന്നത്. അൽഷീമേഴ്സ് മുതലായ അസുഖങ്ങൾ വരുന്നത് BDNF കുറയുമ്പോഴാണ്. മാത്രമല്ല, നിങ്ങളിൽ ന്യൂറോൺസ് ഉണ്ടാക്കിയെടുക്കുന്നതും എക്സിസ്റ്റ് ചെയ്യുന്ന ന്യൂറോൺസിനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയെടുക്കുന്നതും BDNF തന്നെയാണ്. അപ്പോൾ മൊത്തത്തിൽ നിങ്ങളുടെ ശരീരത്തെയും ശരീരകലകളെയും കോശങ്ങളെയും എല്ലാം ഒന്ന് ഉത്തേജിപ്പിക്കുവാൻ, ഒന്ന് വളർത്തിയെടുക്കുവാൻ ഒരു നടത്തത്തിന് സാധിക്കും. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, ഇൻസോംനിയ, ഫാറ്റിക് മുതലായ എല്ലാ ആസ്വാസ്ഥ്യ അവസ്ഥകൾക്കും വിരാമമിട്ടുകൊണ്ട് നിങ്ങൾ നടന്നു തുടങ്ങുക. നല്ല ഉറക്കം കിട്ടി, നന്നായിട്ട് ഭക്ഷണം കഴിച്ച്, നല്ല ദഹന പ്രക്രിയയിലൂടെ കടന്നുപോയി, നല്ല ചിരിയും ചിന്തയും ഉണർത്തി നിങ്ങൾക്ക് ജീവിക്കാമല്ലോ. അതുകൊണ്ട് സ്റ്റാർട്ട് വാക്കിംഗ് ആൻഡ് സ്റ്റാർട്ട് വാക്കിംഗ് വിത്ത് ഗ്രേസ്, വിത്ത് താങ്ക്സ്ഫുൾനെസ് ആൻഡ് വിത്ത് എ സ്മൈൽ. നല്ല യാത്ര നേരുന്നു.